ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങൾ അടുത്ത മല കയറാൻ പോയേ. ഇത് നമ്മൾ പോയേക്കുന്ന പാലായിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പോകുന്ന തെടനാട് പറയുന്നൊരു സ്ഥലത്താട്ടോ, തെടനാട്. അപ്പം ഈ കുരിശുമലയുടെ പേര് ഊട്ടുപാറ കുരിശുമല എന്നാട്ടോ. നമ്മൾ പാലായിൽ നിന്ന് ബസ് കയറി പേട്ടയിൽ വന്നിറങ്ങി പേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വണ്ടി കയറിയിട്ട് 13 രൂപ പോയിൻ്റ് ഉള്ളൂ കേട്ടോ. പേട്ടയിൽ നിന്ന് 13 രൂപ പോയിൻ്റേ ഉള്ളൂ ഈ ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള തെടനാട് കുരിശുപള്ളിയുടെ അവിടെ നമ്മൾ ഇറങ്ങി. അവിടുന്ന് ഏകദേശം ഉള്ളിലോട്ട് 2 കിലോമീറ്റർ ഉണ്ട് ഈ ഊട്ടുപാറ കുരിശുമലയുടെ താഴ്വാരയിലെത്താൻ കേട്ടോ. അപ്പോൾ ഒരു 80 രൂപ ഓട്ടോ ചാർജ്. അപ്പം ഇവിടെ വന്നിറങ്ങി. ഇവിടുന്ന് ഇനി ഒരു 2 കിലോമീറ്ററോളം 2-2.5 കിലോമീറ്ററോളം കാണുമായിരിക്കും നടന്നാണ് മുകളിലോട്ട് കയറി പോകാനുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഓഫ് റോഡാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആൻ്റപ്പനൊക്കെ ഓടിപ്പോട്ടോ. 1-ാം സ്ഥലത്തായപ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് കേട്ടോ. കയറി വരുന്ന കവാടമൊക്കെ കണ്ടല്ലോ, 1-ാം സ്ഥലമാണ് കേട്ടോ. 1-ാം സ്ഥലം ഇനി അടുത്തടുത്ത സ്ഥലങ്ങളുണ്ടെങ്കിലും അടുത്ത 2-ാം സ്ഥലത്തെത്തി. ഇച്ചിരി ഗ്യാപ്പിട്ടാട്ടോ. നമുക്ക് കുറച്ചേറെ നടക്കാനുണ്ട്. നടന്ന് തന്നെ പോകണം കേട്ടോ. ഇങ്ങനെ ആളുകളെല്ലാം വന്നും പോയി ഇരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. 40-ാം വെള്ളിയാഴ്ച തുടങ്ങും കേട്ടോ ഇവിടുത്തെ ഊട്ടുപാറയിലെ ശ്രീവാപ്പാതയുടെ പരിപാടികളൊക്കെ. അപ്പം പോയിട്ടുള്ളവർ പറയാം കേട്ടോ. ഞാൻ ആൻ്റപ്പനാണ് മടുത്ത്. ഇതൊരു വലിയൊരു കയറ്റമാണ് കേട്ടോ. ആൻ്റപ്പൻ ഇത്രയും മതി. ഇപ്പോഴത്തെ നമ്മളൊരു 1 കിലോമീറ്റർ മിച്ചം നമ്മൾ നടന്നു. ചേട്ടൻ എന്നെ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഞാനും ഇവരുടെ കുറേയേറെ പുറകിലാണ്. നമ്മൾ പണ്ടേ പുറകെയാണല്ലോ. എൻ്റെ ചേട്ടനോട് പറഞ്ഞു, നീ മെലിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ഇത്രയും വലിയ കയറ്റമായിരുന്നു കേട്ടോ. കയറ്റം കയറി ഞങ്ങളിങ്ങ് വന്നു. ഇനി ഇതുപോലെ തന്നെ അതൊരു കയറ്റമാണ് കേട്ടോ. വാവ കണ്ടോ, വാവ ഏറ്റവും മുമ്പിൽ, വാവയുടെ തൊട്ട് പുറകിൽ ആൻ്റപ്പൻ്റെ പുറകിൽ അപ്പച്ചേട്ടായി പോകുന്നു കേട്ടോ. അയ്യോ, നമ്മൾ മടുത്തുപോയി. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇനി നടക്കാനുണ്ട് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. ഒരു മരം പോലും ഇല്ല. ആ താഴെയൊക്കെ നമ്മൾ 8-ാം സ്ഥലം വരെയൊക്കെ നമുക്ക് നല്ല മരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നതാണ് ഊട്ടുപാറ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പള്ളി വരുന്ന വഴിക്കല്ല. ഇനി ഇങ്ങോട്ട് തണലുണ്ട് കേട്ടോ കുറേയേറെ. പക്ഷെ വലിയ പാറയാണ് കേട്ടോ മുഴുവൻ. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഞങ്ങളിതുവരെ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പം ഞങ്ങളങ്ങനെ പോന്ന് ഇതിപ്പോൾ 13-ാം സ്ഥലത്തിൻ്റെയാണ് കേട്ടോ. മാതാവ് മടിയിൽ കിടത്തുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ ഊട്ടുപാറ കുരിശുമലയിലെത്തി. പയ്യെ എത്തുന്നുള്ളൂ. നല്ല സീനറി ഉണ്ട് കേട്ടോ. കാണാൻ എമ്പടിയുണ്ട്. ഇവിടെ വന്നാൽ കുറേയേറെ സ്ഥലങ്ങൾ കാണാം കേട്ടോ. രാവിലെ തുടങ്ങിയതാന്ന് പറഞ്ഞു, വയ്യോളം രാത്രിയോളം പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ട്. ഇവിടെ എപ്പോഴും ആളുകൾ കയറി ഇറങ്ങി വഴി മുഴുവൻ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാനാണേലും ഭംഗിയുണ്ട്. എന്നാൽ നമ്മൾ തുമ്പിച്ചിമല പോയ പോലെയല്ല. തുമ്പിച്ചിമല എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകതയായിരുന്നു കേട്ടോ. തുമ്പിച്ചിമല എന്ന് പറഞ്ഞാൽ വലിയ കയറ്റമില്ല. ആ ഒരൊറ്റ കയറ്റം കയറിയാൽ മതി. ഒരുപാട് നടക്കാനില്ലായിരുന്നു. പക്ഷേ ഇത് ഒത്തിരി നടക്കാനുണ്ട്. പിള്ളേരൊക്കെ മടുത്തു, എന്നാലും അമ്മമാർക്കൊരു രസമാണല്ലോ. അങ്ങനെ നമ്മൾ 14-ാം സ്ഥലത്തെത്തി. 14-ാം സ്ഥലത്തെത്തി ഇച്ചിരി കാഴ്ചകൾ കിടക്കട്ടോ. ആ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ. കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയാലൊക്കെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടന്മാരത്ര സേഫ്റ്റി അല്ല. ഭയങ്കര പാറയാണ്. ഇവിടെ വണ്ടികൾ വരുന്നത്. വണ്ടി ഈ പാറയുടെ അങ്ങറ്റം മുകളിൽ ഒരു ജീപ്പ് വരും. ഓഫ് റോഡാണേലും ജീപ്പ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇവർ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. പിന്നെ വേണ്ടേ അപ്പച്ചേട്ടൻ കഞ്ഞി മേടിച്ചുകൊണ്ട് വരുന്നുണ്ടോ. ആൻ്റപ്പൻ ഇരിക്കുന്നുണ്ടോ. ആൻ്റപ്പൻ മുന്നുണ്ട്, അപ്പായുണ്ട്. വാവ വെള്ളം എടുക്കാൻ പോയി. വാവ വരുന്നതുള്ളൂ. ഞാനുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കഞ്ഞി കുടിച്ച് സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങൾ പയ്യെ
തിരിച്ച് അല്ലേ. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. അല്ലപ്പൻ്റെ അടുത്ത് ഞാൻ എല്ലായിടത്തും നിന്ന് നോക്കി ഇതാ കണ്ടത്. ഇങ്ങനെ പാറയുടെ അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പോകാനും കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ പോകുന്നുണ്ട്, ആളുകളൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ പോയി. അപ്പച്ചേട്ടായി പിന്നെയും പള്ളിയിൽ കയറി ഈശോയ്ക്ക് ഉമ്മ കൊടുത്തു. ആൻ്റപ്പൻ അന്നേരം അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ വേണ്ട അമ്മമാർ ഇതാ വന്ന വഴിക്ക് കണ്ട വലിയ പാറയിൽ ആൻ്റപ്പൻ വലിഞ്ഞ് കയറുന്ന കാഴ്ച കണ്ടോ. അവിടെ കയറിയിരുന്നു കണ്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പയ്യെ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നുണ്ട്. ഇത് രണ്ട് സൈഡും നല്ല പോലെ കാണാൻ കാഴ്ച കണ്ടിട്ട് അവിടെയൊക്കെ അങ്ങേറ്റത്തൊക്കെ കാണുന്നത് വലിയ വലിയ മലയുടെ അവിടെ എല്ലാം പൈനാപ്പിൾ കൃഷിയാണെന്ന് തോന്നുന്നു. വലയിട്ട് മൂടി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും. അപ്പം ഞങ്ങൾ പയ്യെ താഴോട്ട് അങ്ങനെ കുട്ടുപാറയിൽ പോയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അറിയാലോ എനിക്ക് കയറ്റമൊന്നും അധികം കയറത്തൊന്നുമില്ല. കയറ്റം കയറി അന്നേരം എനിക്ക് വീസിങ് വരും. ഞാൻ പാലായിന്നേ പോകുന്നതേ വീട്ടിൽ നിന്ന് പോകുന്നതേ ഗുളിക കഴിച്ചായിരുന്നു. ഒത്തിരി ശ്വാസം മുട്ടലുള്ളവരൊന്നും കയറ്റം കയറാനൊന്നും നിൽക്കണ്ട കേട്ടോ. കാരണം അത്രയും നടക്കാനുണ്ട് കേട്ടോ. എനിക്ക് ഓരോ പ്രാവശ്യം ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ പറയാം. ചേട്ടായി അങ്ങനെയാണ് പുതിയ പുതിയ സ്ഥലങ്ങളുടെ കാഴ്ച കാണാനാണ് ഞങ്ങൾക്ക് പുതിയ താല്പര്യം. രാവിലെ പറഞ്ഞു വാഗമണ്ണിന് ഇവിടെ പോകാമെന്ന് പറഞ്ഞു, വെല്ലിച്ചമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു.